ഒരു ദിവസം ഗ്യാപ്പിട്ട് വീഡിയോ ഇടുക എന്ന് പറയുമ്പോൾ നല്ല പണിയുള്ള കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട് കൊല്ലത്തുനിന്ന് 30 കിലോമീറ്റർ. അപ്പം നല്ല ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ നല്ല വെറൈറ്റി കോമ്പിനേഷൻസ് ട്രൈ ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ നിന്ന് കൊല്ലത്ത് പോയേ പറ്റും. സത്യം പറയുകയാണെങ്കിൽ നോൺ വെജ് എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. എൻ്റെ ഫേവറേറ്റ് ഫുഡ് എപ്പോഴും വെജ് തന്നെ. ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് പറയുമ്പോൾ ചോറ്, ചമ്മന്തി, ബീട്രൂട്ട് തോരൻ. വീട്ടിലതുണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് മാത്രം മതി. എനിക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങണം ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എൻ്റെതായിട്ടുള്ള എനിക്ക് കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. ഇങ്ങനെ ചെയ്യണം, അല്ലെ ഈ രീതി കൊണ്ടുപോകണം, അല്ല ഇങ്ങനെ വേണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. എൻ്റെ ലൈഫിൽ വന്ന ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം, നമുക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ചാൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ രണ്ടാമതൊരു ചാൻസിന് വേണ്ടി നിൽക്കരുത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു. മനസ്സിലാക്കിയപ്പോഴത്തേക്ക് കയ്യിൽ നിന്നുള്ളത് പോയി. പല വീഡിയോകളും ഓവർ എക്സ്പെക്ട് ചെയ്ത് ഒരുപാട് എഫേർട്ട് ഇട്ടെടുത്ത പല വീഡിയോകളുണ്ട്. ഒരു റീച്ചും ഇല്ലാതെ പോയിട്ടുണ്ട്. ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ കിടില. എന്തുകൊണ്ടെങ്കിലും ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് അങ്ങോട്ട് ചെന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ കൂടി ആ ഒരു ഗ്യാങ്ങിൻ്റെ ഇടയ്ക്ക് ചെന്നിരിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നമൊന്നും ആയിരിക്കത്തില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് മിനിമം ഒരു 4-5 പേര് കാണും. മിനിമം കൺഫേം ആണ്, 4-5 പേര് കാണും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരാളെ പിക്ക് ചെയ്ത് അടുത്ത ആളെ പിക്ക് ചെയ്ത് ഇങ്ങനെ പിക്ക് ചെയ്ത് പോകും. തിരിച്ചൊരു ഡ്രോപ്പ് ചെയ്ത് അവസാനം വീട്ടിൽ കയറും. അങ്ങനെ അപ്പം ഫ്രണ്ട്സ് മെയിൻ ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പൊ ഞങ്ങള് ഭയങ്കര സീ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ക്ഷീണമുണ്ട്. അപ്പൊ വിചാരിച്ചു ഒരു ഡ്രൈവും പോയി, ഇനിയിപ്പോ ചെറുതായിട്ടൊരു ചായ ഒക്കെ കുടിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമാണോ? എന്നാ കുറച്ച് ചായ ഒഴിച്ചാലോ? ഞാൻ ഒഴിക്കട്ടെ? ഒഴിച്ച് മേത്തങ്ങനെ മറിച്ചിട്ടല്ലോ. അഖിലിന് എങ്ങനെ, ചായ ആണോ കാപ്പിയാണോ കഞ്ഞിവെള്ളമാണോ? എന്ത് കിട്ടിയാലും കുടിക്കും എന്നല്ലേ? അല്ല, എനിക്ക് ആക്ച്വലി ഞാൻ ഭയങ്കര ചായ അഡിക്റ്റ് ആയിരുന്നു. കാരണം രാവിലെ ഒരെണ്ണം, വൈകിട്ട് ഒരെണ്ണം, രാത്രി ഡെയിലി 3 വട്ടം. ഇതിപ്പം അങ്ങനെ ഡെയിലി അത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണം, കറക്റ്റ് കിട്ടണം. ഇപ്പൊ രാവിലെ സ്കൂൾ ടൈമും കോളേജ് ടൈമോ, കാരണം രാവിലെ കോളേജിൽ പോകുമ്പോൾ കുടിക്കും, വൈകിട്ട് വരുമ്പോ കുടിക്കും, പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പേ കുടിക്കും. അപ്പൊ അങ്ങനെ 3 നേരം. അപ്പൊ അതായി പിന്നെ ഏതെങ്കിലും ഒരു ദിവസം ഇത് ഏതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തലവേദന, ശീലം, അങ്ങനെ പ്രശ്നങ്ങൾ, ചെറുതായിട്ട് മൈഗ്രെയിൻ, ഓൾറെഡി മൈഗ്രെയിൻ ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ പയ്യെ കൺട്രോൾ ചെയ്ത് ഇപ്പം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് ഇനി ചോദിക്കാനുള്ളത്, ഈ ഒരു കോമ്പിനേഷൻ ഓഫ് ഫുഡിന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര. ഇപ്പൊ നമ്മളുടെ ഇവിടെയൊക്കെ, എന്റെ വീടിന്റെ ഒക്കെ അടുത്ത് ശ്രീമുരുക എന്നുള്ളൊരു ഹോട്ടലുണ്ട്. അവിടുത്തെ കുറെ സെലിബ്രിറ്റീസ് ഒന്ന് കഴിക്കുന്ന ഒരു സാധനമാണ് പഴംപൊരിയും ബീഫും. അതൊരു ഭയങ്കര കോമ്പിനേഷനാണ്. പിന്നെ നമ്മളുടെ വീട്ടിൽ ഇപ്പൊ ഇന്ന് തന്നെ ഞങ്ങൾ ഡിസ്കഷൻ, രാവിലെ എന്താ കഴിച്ചേ? അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചത് ഗോതമ്പ് കൂട്ടും ചില്ലി ചിക്കനും. അതൊക്കെ അങ്ങനെ വിയേർഡ് കോമ്പിനേഷൻസ് ഉണ്ടാവും. അപ്പൊ അഖിലിന്റെ ഒരു ഫേവറേറ്റ് കോമ്പിനേഷൻസ് ഒക്കെ എങ്ങനെയാ? ഫേവറേറ്റ് കോമ്പിനേഷൻ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് പറയുമ്പോൾ കുറച്ച് സ്പൈസി, കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റം. കാരണം മെയിൻ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ചോറ്, ചമ്മന്തി, ബീട്രൂട്ട് തോരൻ. ചമ്മന്തി ഓഫ് കോഴ്സ് ചെറിയൊരു എരിവുണ്ട്, ബീട്രൂട്ട് തോരന് ചെറിയൊരു മധുരമുണ്ട്. അപ്പം അത് രണ്ടും കൂടെ വരുമ്പം ബ്ലെൻഡ് ചെയ്തിട്ടൊരു ടേസ്റ്റ് വരുമല്ലോ. അപ്പൊ അത് യൂഷ്വലി ഞാൻ ഭയങ്കര, എനിക്ക് വീട്ടിലതുണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് മാത്രം മതി. കാരണം ഇത് 3ഉം പിന്നെ പപ്പടം, പിന്നെ സൈഡിൽ ചെറിയൊരു മീനും കൂട്ടുന്ന കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് കഴിക്കാലോ. അപ്പൊ കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് അങ്ങനത്തെ ടേസ്റ്റാണ്. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്രീമി ടെക്സ്ചർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഉള്ള കൂടുതലും ആ ഒരു ടൈപ്പ് ഫുഡ് ഐറ്റംസാണ് കൂടുതൽ കഴിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ നമ്മുടെ ചോറും ചമ്മന്തിയും ബീട്രൂട്ട് തോരനും. അതിപ്പോ ഞാൻ ഈ പഴംപൊരിയും ബീഫ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ എന്തെങ്കിലും കോമ്പിനേഷൻസ് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാനുണ്ടാവോ? പല സ്ഥലത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഒരു ചെയ്ത വീഡിയോ ഉണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട. കാരണം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് സംശയം. കാരണം വേറെ ഒന്നുമല്ല, അത് നമ്മുടെ പൊറോട്ടയ്ക്കകത്ത് പാലൊഴിക്കണം. പാല് നോർമൽ പാല് ഒഴിക്കണം. എന്നിട്ട് പഞ്ചസാര ഇടണം, പിന്നെ തേൻ, പിന്നെ പഴം. ഇത് 3ഉം കൂടെ മിക്സ് ചെയ്ത് വല്ലാത്തൊരു കോമ്പിനേഷൻ. ഇതല്ലല്ലോ, ഇതിപ്പം ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ ഉണ്ട്. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്തേ. അപ്പൊ ഞാൻ ചുമ്മാ വീഡിയോക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയതാ. പക്ഷെ സത്യം പറഞ്ഞാൽ ഞങ്ങളെ കഴിച്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതപ്പോ എങ്ങനെ കഴിക്കും?
അത് നമ്മൾ നോർമൽ പറഞ്ഞില്ലേ, നമ്മൾ പൊറോട്ടയും പാലും പൊറോട്ടയുടെ മേളിൽ പാൽ ഒഴിക്കുക, എന്നിട്ട് കുറച്ച് പഞ്ചസാര ഇടുക, പിന്നെ കുറച്ച് എന്താ തേൻ ഒഴിക്കുക, പിന്നെ പഴം വെക്കുക, എന്നിട്ട് പപ്പടം ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ട്, എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക. കിടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഡിഷാണ്. കാരണം എസ്പെഷ്യലി ഞാനൊരു സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്കത്, കാരണം അതിന്റെ കൂടെ പപ്പടത്തിന്റെ ക്രഞ്ചിനെസ്സും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും എനിക്കും കഴിക്കാൻ. പക്ഷെ വല്ലാത്തൊരു വിയേർഡ് കോമ്പിനേഷൻ, വല്ലാത്തൊരു വിയേർഡ് കോമ്പിനേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും പക്ഷെ നൈസ് കോമ്പിനേഷനാ. കഴിക്കാൻ നല്ല രസം, കഴിക്കാൻ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ എന്തെങ്കിലും വേറെ കോമ്പിനേഷൻ? വേറെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ പൊറോട്ട, പഴംപൊരിയും ബീഫ്, അത് ഞാൻ പറഞ്ഞു, അത് മധുരവും എരിവും, അത് എപ്പോഴും മധുരവും എരിവും നല്ല പ്രത്യേക ഒരു ബ്ലെൻഡ് അതിന്റെ എൻഡ് റിസൾട്ടിൽ വരും. അപ്പം പൊറോട്ടയും ബീഫും നല്ലൊരു, അത് പൊറോട്ട ബീഫ് ആക്ച്വലി ഞാൻ ഭയങ്കര ബീഫ് ഫാൻ അല്ല. എനിക്ക് ബീഫ് നല്ല ബീഫ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് എരിവുള്ള ബീഫ് ഇഷ്ടമല്ല. ഒരു മീഡിയം ലെവല് കുറച്ചൊരു നല്ല ഫ്ലേവർ ഉള്ള ആണെങ്കിലേ ഞാൻ കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാനേ നോക്കത്തുള്ളൂ. ചിക്കനാണ് കൂടുതൽ. ചിക്കൻ ആക്ച്വലി ഞാൻ സത്യം പറയുകയാണെങ്കിൽ നോൺ വെജ് എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. എന്റെ ഫേവറേറ്റ് ഫുഡ് എപ്പോഴും വെജ് ഉണ്ട്. ചോറും ചമ്മന്തിയും ആ ബീട്രൂട്ട് തോരനും സൈഡിൽ ഒരു മീൻ വറുപ്പ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് മതി. നോൺ വെജ് ആ, എന്നാലും അത് ഇരിക്കട്ടെ, കുഴപ്പമില്ല. എനിക്ക് വെജിറ്റേറിയൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. വെജിറ്റേറിയൻ ഫുഡ് എനിക്ക് എസ്പെഷ്യലി ഇഷ്ടം നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. നോർത്ത് ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, കാരണം എനിക്ക് ബ്രെഡ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. നാന്, റൊട്ടി, അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓഫ് കോഴ്സ് പനീർ ബട്ടർ മസാല, ദാല്, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ്. എന്റെ അമ്മ ഇത് കേൾക്കാൻ, എന്റെ അമ്മ പ്യൂർ വെജ് ആണ്, അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം എനിക്ക് എപ്പോഴും ഞാനിപ്പോ ലോങ് എവിടെയെങ്കിലും പോവാം, അപ്പൊ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വെജ് ഐറ്റം കഴിക്കാനാണ്. ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വെജ് ആയിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് എൻ്റെ പോകുന്ന വെജിലോട്ടാണ്. പിന്നെ എനിക്ക് നല്ല വെജ് കിട്ടുവാണെങ്കിൽ നല്ല വെജ് കിട്ടണം. കാരണം നമ്മുടെ നാട്ടിൽ നോൺ വെജ് ഐറ്റംസ് ഒരു 100 കടകൾ എടുക്കുവാണെങ്കിൽ ഒരു 80 കടകളിലും ആവറേജ് രീതിയിലുള്ളത് കിട്ടും. പക്ഷെ അതേസമയം വെജ് നോക്കുവാണെങ്കിൽ ഈ 100-നകത്തൊരു 40 എണ്ണമൊക്കെ കാണത്തുള്ളൂ. ഒരു ആവറേജ് എങ്കിൽ നമുക്ക് കഴിക്കാൻ കൊള്ളാം. ബാക്കിയെല്ലാം ചുമ്മാ പേരിന് വേണ്ടി കുറച്ച്, ഇപ്പം 100 പേര് നോക്കുകയാണെങ്കിൽ അതിനകത്ത് 10 പേരെ കാണത്തുള്ളൂ വെജ്. ആ പേരിന് വേണ്ടി 10 പേർക്ക് 10 വെജിറ്റേറിയനുള്ള ഫുഡ് മാത്രമേ അവർ പ്രിപ്പയർ, ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പം അങ്ങനെ പോകുകയാണെങ്കിൽ കൂടുതലും ഞാൻ നല്ല കടകൾ നോക്കി വെജ് എപ്പോഴും ഞാൻ ചൂസ് ചെയ്യുന്ന വെജ് ആയിരിക്കും. എനിക്ക് കൂടുതലും പ്രിഫറൻസ് വെജ് തന്നെ. അല്ല, ഇപ്പൊ ഈ വെജ് നോൺ വെജ് പറഞ്ഞോണ്ടേ ഞങ്ങൾ അമ്മയായിട്ട് എപ്പോൾ നമ്മൾ പുറത്തു പോയാലും ഞങ്ങളിങ്ങനെ ഓർഡർ ചെയ്തിട്ട് പറയും വേറൊന്നും ഇല്ലല്ലോ, ഗോബി മഞ്ചൂരിയനോ പനീറോ, ഇത്രയും ഓപ്ഷൻസാണ് നമ്മൾ പറയാ. ഇപ്പൊ ഒരു വെജ് ലവർ എന്നുള്ള ഇതിൽ ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് നോൺ വെജിൽ കൂടുതൽ ഓപ്ഷൻസ് അല്ലെങ്കിൽ വെജിൽ കുറവാണ്. അപ്പൊ ചിലർ പറയും അങ്ങനെയൊന്നുമില്ല, വെജിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്, നമുക്കത് അറിയാത്തതിന്റെ പ്രശ്നമാണെന്ന് കുറെ പേര് പറയാം. വെജിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. വെജിൽ നമുക്ക് നമ്മുടെ നാട്ടിലായതുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് കുറവ്. നമ്മൾ വെളിയിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. കാരണം എൻ്റെ അച്ഛൻ ഗുജറാത്തിലാണ്, അപ്പം കൊച്ചുനാളിലൊക്കെ അവിടെ പോയിക്കുമ്പോൾ കാരണം ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇവിടാണ് ഈ ലിമിറ്റേഷൻസ് വരുന്നത് ഫുഡ് ഐറ്റംസിൽ, വെജിൽ ഓപ്ഷൻ. കാരണം ഇവിടെ ഉള്ളവര് തന്നെ പിന്നെയും പോയി അത് അല്ലെങ്കിൽ ഇത്, ആ ഒരു രീതി ഈ മൂന്നിൽ കിടന്നല്ലേ. അപ്പൊ അതുകൊണ്ടാ നമുക്ക് ഇവിടെ ഈ 3 മാത്രം നിൽക്കുന്നത്. അവിടോട്ട് പോയി കഴിഞ്ഞാൽ ഈ സാധനം ഇത് തന്നെ വെച്ച് വേറെ പല പല ഡിഷസ് അവരുണ്ടാകും. സോ നമ്മുടെ നാട്ടിലാണ് ഇതിന് കുറച്ചുകൂടെ അവൈലബിലിറ്റി കുറവ്. പക്ഷെ വെളിയിൽ നല്ല അവൈലബിലിറ്റി ഉണ്ട് വെജ്. അവിടെ കൂടുതലും പ്രിഫറൻസ് വെജ് അല്ലേ ആൾക്കാർ. അല്ല, ഇപ്പോൾ അഖിൽ പല ഡിസ്ട്രിക്ട്സിലായിട്ട് പോയി ഫുഡ് കഴിച്ചു. ഇപ്പൊ ഏതൊക്കെ ഡിസ്ട്രിക്ട്സിൽ പോയി ഫുഡ് ട്രൈ ചെയ്യാനായിട്ട്? എല്ലായിടത്തും പോയോ? ഞാൻ ഒട്ടുമിക്ക എല്ലായിടത്തും പോയി. ഞാൻ കണ്ണൂർ പോയിട്ടില്ല, കാസർഗോഡ് പോയിട്ടില്ല, ഇടുക്കി പോയിട്ടില്ല. ഇടുക്കി പോയിട്ടുണ്ട്, ജസ്റ്റ് അത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയല്ല, അല്ലാതെ പോയപ്പോൾ കഴിച്ചിട്ടുണ്ട്. ബാക്കി പാലക്കാട് പോയിട്ടില്ല. ഇത്രയും കഴിച്ചതിൽ ഏറ്റവും കൊല്ലം എന്ന് മാത്രം പറയണ്ട, അത് ഞങ്ങളുടെ കൊല്ലത്താണെന്ന് മാത്രം പറയണ്ട. കൊല്ലം നമ്മുടെ നാടാണല്ലോ. അപ്പം കഴിച്ചത് വെച്ച് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട് തുടങ്ങിയ ശേഷം ഒരുപാട് പോയി കഴിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരുപാട് കടകളിൽ നിന്ന് അങ്ങനെ നെഗറ്റീവ് വന്നിട്ടില്ല. എനിക്ക് പൊതുവെ എനിക്ക് കഴിച്ചിട്ടുള്ള ഒട്ടുമിക്ക എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒബ്വിയസ്ലി നമുക്ക് കണ്ടന്റ് എന്നുള്ളൊരു സാധനം ഭയങ്കര ഇതാണ്. കാരണം ഒരേ സാധനം കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്യണം, ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ് അഖിലിന്റെ ഫോളോവേഴ്സിന് കാണണം. അപ്പൊ എന്തായാലും പല സ്ഥലത്ത് ട്രാവൽ ചെയ്തായിരിക്കും ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എവിടെയായിരുന്നു? ഇഷ്ടപ്പെട്ടത് എനിക്ക് നമ്മുടെ വയനാട് വീൽട്ടൺ, അവിടുത്തെ ഫുഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അവിടുത്തെ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ബീഫ് വലിയൊരു ഫാൻ അല്ല, പക്ഷെ ഞാൻ അവിടുത്തെ ബീഫ് കഴിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എവിടെയാണ്? വയനാട് വീൽട്ടൺ. അപ്പം പുള്ളി അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ പോയത് നമ്മള്. അപ്പൊ പോയി ചെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രി ചെന്നു. രാത്രി ഞങ്ങൾക്ക് ബീഫ് തന്നെയാണ് കിട്ടിയത്. അവിടുത്തെ ചട്ടിക്കകത്ത് കറി വെച്ച് തന്നെ.
അത് രാത്രി കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വിശന്ന് നിന്നിട്ട് ഭക്ഷണത്തിന് വല്ലാത്ത ടേസ്റ്റ് നമ്മൾ പറയും. അതെ. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് അടുത്ത ദിവസം രാവിലെ നമ്മൾ ഒന്നുകൂടെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് അത് തന്നെ ഓർഡർ ചെയ്ത് കിട്ടില്ല ടേസ്റ്റ് കേട്ടോ. അതേ ടേസ്റ്റ് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ബീഫ് അങ്ങനെ എല്ലാ കടയിലൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്ന കുറച്ച് കടകളുണ്ട്. കഴിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നേ കഴിക്കത്തുള്ളൂ. ഞാൻ വേറെ ഒന്നും കഴിക്കാൻ പ്രിഫർ ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെ എനിക്ക് അവിടെ നിന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ വന്നവർക്കും ഭയങ്കര. പിന്നെ അവിടുത്തെ ബാക്കിയുള്ള ഐറ്റംസും എല്ലാം നൈസാണ്. പിന്നെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി സ്പെഷ്യൽ കേക്കില് ബർഗർ. എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ അവിടെ കോട്ടക്കൽ നിന്ന് ബർഗർ കഴിച്ചതാണ്. ബർഗർ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ ചോദിക്കാൻ ഇഷ്ടംപോലെ കടകളുണ്ട് നമുക്ക് ഒഴിച്ചു. പിന്നെ പാരങ്ങളില് ഫിഷ് മാംഗോ കറി, ബിരിയാണി ഭയങ്കര സ്പെഷ്യൽ ആണെന്ന് എല്ലാരും പറയാം. എനിക്ക് പാരകളിലെക്കാട്ടും ബിരിയാണി ഇഷ്ടപ്പെട്ട വേറെ കടകളുണ്ട്. അല്ല, ബിരിയാണി ലവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഓരോരുത്തർക്ക് ഓരോ സ്ഥലമായിരിക്കും കൂടുതൽ ഇഷ്ടം. എവിടെ അഖിലിന്റെ ഫേവറേറ്റ് ബിരിയാണി? എനിക്ക് ടോപ്പ് ഫോം ഇഷ്ടമാണ്. എനിക്ക് ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടിപ്പിക്കൽ തലശ്ശേരി ബിരിയാണി വേണം. ആണല്ലേ? കാരണം അതാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കാരണം അതിനകത്ത് ഒരുപാട് എരി കാണത്തില്ല, മസാല കുറവായിരിക്കും. അപ്പൊ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഈ ഒരു മൈൽഡ് ഫ്ലേവറിലുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് മന്തി ഭയങ്കര ഇഷ്ടമാണ്. അതാവുമ്പോ അതില് പിന്നെ മസാല ഇല്ലല്ലോ, ഒരു മൈൽഡ് ഫ്ലേവർ അല്ലേ. കാരണം കൂടെ പോകുമ്പോ ഞങ്ങൾ കഴിക്കാൻ പോകുമ്പോ എല്ലാരും അൽഫാം പറയും. മന്തി ലവേഴ്സിനെ കൊണ്ട് നിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ. സത്യം അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ പ്രൊഡക്ഷന് പിള്ളേരവന്മാര് പറയും, ചേച്ചി ഞങ്ങളൊരു ഗ്യാങ് ഒക്കെ ആയിട്ട് പോകുമ്പോ മന്തിയാണ് ഞങ്ങൾക്ക് ലാഭം, അതാണ് ഞങ്ങൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മന്തി പറഞ്ഞ കറക്റ്റാ. പക്ഷെ എന്നാ കൂടി ഭയങ്കര ഇതായിട്ട് നല്ല മന്തി കിട്ടുന്നു. ഞങ്ങളെ സംബന്ധിച്ചും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് നല്ല മന്തി കിട്ടണമെങ്കിൽ കൊല്ലത്ത് പോകണം. കൊല്ലത്ത് പോയാൽ മാത്രമേ നല്ല മന്തി കിട്ടത്തുള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 10-30 കിലോമീറ്റർ ഉണ്ട്. കാരണം ബാക്കിയുള്ളിടത്തെന്ന് പറയുമ്പം മന്തിയല്ല, ഒരു മലയാളി വേർഷൻ ഓഫ് മന്തിയാണ്. കാരണം കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് മന്തി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു മൈൽഡ് ഫ്ലേവർ, പ്ലെയിൻ ഫ്ലേവർ ആയിരിക്കുമല്ലോ വരുന്നത്. പക്ഷേ ഞങ്ങളുടെ ആ ഭാഗത്തുള്ളതെന്ന് പറയുമ്പോൾ കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു കുത്തലുള്ളൊരു ടൈപ്പ് റൈസ് ആയിരിക്കും. പക്ഷേ അതാ പറയാം, മന്തി ഫാൻസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നല്ല മന്തി എന്ന് പറയുമ്പോൾ ഭയങ്കര ചുരുക്കമായിട്ട് കിട്ടത്തുള്ളൂ. കൊല്ലത്ത് എവിടെയാണോ നല്ല മന്തി കിട്ടുന്നത്? കൊല്ലത്ത് മന്തി കിട്ടുന്നത് ഞങ്ങളുടെ ഏറ്റവും മെയിൻ സ്പോട്ട്. അഖിലിന്റെ ഫേവറേറ്റ്സ് ആണ് കേട്ടോ പറഞ്ഞത്. പലർക്കും പല ഫേവറേറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. കൊല്ലത്ത് ഏറ്റവും ബെസ്റ്റ് മന്തി കിട്ടുന്നത് ഒന്ന് ബേത്തൽ മന്തി മനസ്സിൽ, നേരത്തെ ബേത്തൽ മന്തി മനസ്സിൽ, പിന്നെ സമർ, പിന്നെ അൽഷിബ. ഈ 3 സ്പോട്ടാണ്. അൽഷിബ ഇവിടെ ഉണ്ട്. കൂടുതൽ കൊല്ലത്ത് പോകാന്നെങ്കിൽ ഈ 3 കടകളിൽ നിന്ന് മാത്രമേ കഴിക്കത്തുള്ളൂ. വേറെ എങ്ങൊന്നും ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാൻ ചാൻസ് എടുക്കത്തില്ലേ. കാരണം വെറുതെ നമ്മള് മന്തി എന്ന് പറഞ്ഞ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ ആ ഒരു ഫുഡ് എൻജോയ് ചെയ്യാൻ പോകുമ്പോൾ അത് തന്നെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് മെയിൻലി ഫുഡാണല്ലോ മെയിൻ. അതെ, ഫുഡാണല്ലോ മെയിൻ. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ ഇത്രയും ഡിസ്ട്രിക്ട്സ് ഒക്കെ പോയി ഫുഡ് ട്രൈ ചെയ്തു. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കാണാം അഖില് പുറത്ത് ചൈനയിലൊക്കെ പോയിട്ട് പാറ്റേനെയും പുഴുവിനൊക്കെ തിന്നുന്ന അങ്ങനത്തെ വീടൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ വെച്ചാൽ നിലവിൽ ഇതുവരെ ഇല്ല. പക്ഷെ ഞാനിങ്ങനെ ചില സമയത്ത് ഇപ്പൊ നമുക്ക് അറിയുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പൊ ഓരോ സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് തായ്ലൻഡ് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഈ സാധനം ട്രൈ ചെയ്യുമ്പോൾ എങ്ങനെയാ ഇവരിതൊക്കെ കഴിക്കണേന്ന് ഇങ്ങനെ ആലോചിക്കും. എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഇതുവരെ വേണമെന്ന് തോന്നുന്നില്ല. മേ ബി അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോ തോന്നാം. പുറത്തൊക്കെ പോയി ഇനിയിപ്പം നമ്മൾ ഈ കാണുന്ന ആളുകൾക്ക് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഉണ്ടായില്ല. അങ്ങനെയൊക്കെ പ്ലാൻസ് ഒക്കെ ഇടുന്നുണ്ടോ? അത് കുറച്ചുകൂടെ ഒന്ന് ഇതായിട്ട് അക്കൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് പയ്യെ വെളിയിലോട്ടൊക്കെ പോയി വീഡിയോ ഒക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഫേസ് റിവീൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ പോലെ അഖിലിന്റെ ഓഡിയൻസിന് അറിയണം എന്നുണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും. ഇത് മാത്രമാണോ അല്ലെങ്കിൽ അഖിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എനിക്കും ഉണ്ടത്. ഇത് മാത്രമല്ല, എനിക്ക് ആക്ച്വലി ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ഒരു ചെറിയ റെസ്റ്റോറന്റ് ഉണ്ട് ഗൈസ്. ചെറിയ റെസ്റ്റോറന്റ് ഉണ്ട്. എന്താണ് പേര്? ഷവർമർ എന്നാണ് പേര്. ഷവർമർ. അത് അടൂരാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിലവിൽ ഇപ്പൊ ഇല്ല, അതിപ്പോ ക്ലോസ്ഡ് ആണ്. അപ്പം ഒരു 4 months ആയി ക്ലോസ് ആക്കിയിട്ട്. നിലവിലിപ്പം റീ ഓപ്പണിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ പല പ്രശ്നങ്ങൾ കാരണം അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക. നിലവിൽ ഇപ്പം കറന്റ്ലി ഫുഡിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ, പയ്യെ നമ്മളെ റെസ്റ്റോറന്റ് പയ്യെ ഓപ്പൺ ചെയ്യണമെന്നുണ്ട്. കാരണം അത് തുടങ്ങിയിട്ട് എത്ര നാളായി? 2.5 വർഷമായി. പെട്ടെന്ന് എന്തുകൊണ്ടാ ക്ലോസ് ചെയ്തേ? പെട്ടെന്ന് ക്ലോസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഷോപ്പിൽ വന്ന കുറച്ച് കാരണം അത് ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ വന്ന ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം, നമുക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ചാൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഉറപ്പായിട്ടും നമ്മൾ രണ്ടാമതൊരു ചാൻസിന് വേണ്ടി നിൽക്കരുത്. അപ്പോൾ അത്
മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു. അപ്പം മനസ്സിലാക്കിയപ്പോഴത്തേക്ക് കയ്യിൽ നിന്നുള്ളത് പോയി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ, പിന്നെ നമുക്ക് ചാൻസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നിടം വരെ. പക്ഷെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടിയില്ലെങ്കിൽ അതിനോട് കോപ്പ് ചെയ്ത് പോകണം, അല്ലാതെ മറ്റു മാർഗ്ഗമില്ലല്ലോ. അതാണ് മെയിൻ പ്രശ്നം. കാരണം തുടങ്ങിയിട്ട് 2-2.5 വർഷമായി. ഇനിഷ്യലി ഭയങ്കര അത്യാവശ്യം നല്ല സെയിലും. എന്തായിരുന്നു അവിടുത്തെ സ്പെഷ്യൽ ഫുഡൊക്കെ? ഷവർമ തന്നെയായിരുന്നു നമുക്ക്. ഞാൻ 2-2.5 വർഷം എനിക്ക് ഇനിഷ്യലി തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ഏകദേശം പെർ ഡേ അബൌട്ട് 100 kg പോകുന്നുണ്ടായിരുന്നു. 100 kg പോകുന്നുണ്ടായിരുന്നു. അപ്പം ഭയങ്കര അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിരുന്നു, ആയിരുന്നു. അവിടെ വെച്ച് അടൂർ വെച്ച് ഏറ്റവും നല്ല മീൻസ് നല്ല ക്രൗഡുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അത് പയ്യെ സ്വാഭാവികമായിട്ടും കുറഞ്ഞു വന്നു. പിന്നെ നമ്മുടെ ഉള്ള ഒരു ഇൻഎക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് നേരെ ഡിഗ്രി ഞാൻ ബികോം ആയിരുന്നു. പിന്നെ കൊറോണ ടൈമൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇതിലേക്ക് മാറി തുടങ്ങിയപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ബിസിനസ്സുകാരനാവാൻ പ്ലാൻ ചെയ്തു. അത് എനിക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങണം ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എൻ്റെതായിട്ടുള്ള എനിക്ക് കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. ഇങ്ങനെ ചെയ്യണം, അല്ലെ ഈ രീതി കൊണ്ടുപോകണം, അല്ലെ ഇങ്ങനെ വേണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ആ രീതി ചെയ്യാൻ വേണ്ടി ചെയ്തേ. പക്ഷെ ഒരു പരിധിക്കപ്പുറം അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അത് തന്നെയാണ് പറ്റിപ്പോയി എൻ്റെ നിന്നുള്ള മിസ്റ്റേക്ക്. അപ്പം പരിധിക്കപ്പുറം എനിക്ക് ആ ഒരു ഞാൻ ഉദ്ദേശിച്ച ലെവലിലേക്ക് എനിക്കത് എത്തിക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ഫുഡിങ് കാർ വന്നപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അതും ഇതും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വന്നു. അപ്പം പിന്നെ അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കേണ്ടി വന്നു. കാരണം നമ്മൾ ഇനിഷ്യലി 2 ദിവസം കൂടി ഇരിക്കും വീഡിയോ ഇടാൻ. ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ നാളെയില്ല മറ്റന്നാളില്ല. അപ്പം അങ്ങനെ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ട് വീഡിയോ ഇടും. ഇപ്പം 2 ദിവസം ഗ്യാപ്പ് ഇടും. അപ്പം ഒരു ദിവസം ഗ്യാപ്പ് ഇട്ട് വീഡിയോ ഇടുക എന്ന് പറയുമ്പം നല്ല പണിയുള്ള കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട് കൊല്ലത്തുനിന്ന് 30 കിലോമീറ്റർ. അപ്പം ഞങ്ങളുടെ ഭാഗത്ത് എന്ന് പറയുമ്പം ടിപ്പിക്കൽ നാടൻ സ്റ്റൈല് ഐറ്റംസേ കിട്ടത്തുള്ളൂ. അപ്പം നല്ല ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ നല്ല വെറൈറ്റി കോമ്പിനേഷൻസ് ട്രൈ ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ നിന്ന് കൊല്ലത്ത് പോയേ പറ്റും. അപ്പം കൊല്ലത്ത് പോവാന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ പരിപാടിയാണ്. അപ്പം ഇപ്പം ഇന്നൊരു വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നാളെ ഇല്ല മറ്റന്നാളിൽ പോകണം. അപ്പം ഒരു ദിവസം ഗ്യാപ്പ് ഇട്ട് പോകണം. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇങ്ങോട്ടുള്ള ശ്രദ്ധ എനിക്ക് കുറഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അറിയാം, റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 100% അതെന്ന് പറഞ്ഞ് നിൽക്കാതെ അതിനകത്തൊന്നും ഒരു റിസൾട്ട്, അല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ടൈം വരെ കൊണ്ടുപോയി അതിനൊരു ട്രാക്കിലാക്കി വിട്ടിട്ട് നമ്മൾ മാറിയാലും പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഇതൊരു ട്രാക്കിലാവുന്നതിന് മുമ്പേ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം വന്ന് അതിനകത്ത് നല്ലൊരു റിസൾട്ട് വന്നു തുടങ്ങിയപ്പോഴാണ് ഇതിനകത്ത്. കാരണം നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു റിസൾട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ട് ഈ അക്കൗണ്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ പിന്നെ ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാതെ പറ്റിയതെന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇത്ര നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടിയത്. ഇത്രയും വ്യൂസ് ആയാലും ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ എഫേർട്ട് ഇടുന്നില്ലെന്നല്ല, നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട് എങ്കിൽ കൂടി പറഞ്ഞേ. അപ്പം അന്നേരം ഞാൻ വിചാരിച്ച് ഇത് കുറച്ചുകൂടെ ഒന്ന് ആക്കിയിട്ട് മാറാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അങ്ങനെ അങ്ങോട്ട് അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾക്കായിട്ട് മാറി. പിന്നെ കടയിലോട്ട് ഡെയിലി പോകാറായി. അപ്പം അവിടെ ഗ്യാപ്പ് വരാൻ തുടങ്ങി. അപ്പം അവിടെ അങ്ങനെ ഷോപ്പിൽ കുറച്ച് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഓണർ നോക്കാനില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലായിടത്തും കാണും. അത് ഷോപ്പിൽ നിന്ന് റെസ്റ്റോറൻറ്റ് മാത്രമല്ല എല്ലായിടത്തും. അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി. അങ്ങനെ പയ്യെ നിൽക്കേണ്ടി വന്നു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയാണ് നിലവിൽ ഇപ്പം ഷോപ്പ് ക്ലോസ്ഡ് ആക്കി ഇട്ടേക്കുക. അപ്പോൾ തുടങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഫസ്റ്റ് ചാൻസിൽ നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരിക്കലും സെക്കൻഡ് ചാൻസ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കരുത്. കാരണം ഞാനിപ്പം എനിക്ക് വേണമെങ്കിൽ ഞാൻ ഈ അക്കൗണ്ടും വെച്ചൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട്, ഇപ്പം റിവീൽ ചെയ്ത് ഇത് ഇന്ന ആളുടെ ഷോപ്പ് ആ ഒരു രീതിയിൽ മാർക്കറ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഒരുപാട് വഴികൾ നോക്കുന്നുണ്ട് തുറക്കാൻ വേണ്ടി, പക്ഷേ ഒന്നും പോസിബിളായി നടക്കുന്നില്ല. അത് തന്നെയാണ് ഇപ്പം ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് മുമ്പിൽ. അപ്പം എന്തെങ്കിലും ചെയ്യണം, അത് തന്നെ അതൊക്കെ സെറ്റ് ആവും. അതെ, ഉറപ്പായിട്ടും ആവും. അത് കറക്റ്റ്. ഇപ്പൊ അത് മിസ്റ്റേക്ക് വന്നു എന്നുള്ളത് പറയാനുള്ളൊരു ഇതുണ്ടല്ലോ. ഞാനിപ്പം ഇപ്പം ഷോപ്പിൽ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും സെയിൽ താപ്പോട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതെന്റെ കയ്യില്. കാരണം നല്ല സെയിൽ ഉണ്ടായിരുന്നു, ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു, ഇത്രയും ആളുകൾ. ഞാൻ പറഞ്ഞില്ല, നമ്മൾ സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത ഏകദേശം ഒരു 3 to 4 months കണ്ടിന്യൂസ് ഈ 100 kg തന്നെ. അതിനകത്ത് ഒരു താഴുന്നില്ല. ഭയങ്കര വലിയ കാര്യമാണ്. സ്റ്റാർട്ടിങ് ഒരു 4 മാസം 5 മാസം കണ്ടിന്യൂസ് ഈ സെയിൽ കൊണ്ടുവന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ കാര്യമാണ്. അപ്പം അവിടുന്ന് താഴുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മുടെ കയ്യിൽ ഫോൾട്ട് തന്നെയാണ്. പക്ഷെ അത് മനസ്സിലാക്കി വന്നപ്പോഴത്തേക്ക് കയ്യിലിരുന്നതെല്ലാം പോയി. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല.
സാരില്ല, ഇപ്പൊ ഒരു സൈഡിൽ ഇപ്പൊ എൻഗേജ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ, ഇനി പയ്യെ ഫുഡ് ഇൻ റെസ്റ്റോറന്റ് തുടങ്ങുന്നതായിരിക്കും guys. അത് മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്, ഉറപ്പായിട്ടും അത് മനസ്സിലുള്ള എന്തായാലും ഭയങ്കര ഒരു ആഗ്രഹം. കാരണം അത് പണ്ടുള്ള ആഗ്രഹം, ഇന്നുള്ള ആഗ്രഹം, ഇനിയുള്ള ആഗ്രഹം അത് തന്നെയാണ്. നല്ലൊരെണ്ണം തുടങ്ങണം, ആ രീതി കൊണ്ടുപോകണം എന്നൊക്കെ. ഉറപ്പായിട്ടും ഞാൻ അന്ന് തുടങ്ങുമ്പോ ഞാൻ ഈ പോഷൻ കട്ട് ചെയ്ത് ഞാൻ വേറൊരു റീൽ ഉണ്ടാക്കിയിടും. ഇല്ല, അത് നടക്കും, ഉറപ്പായിട്ടും നടക്കട്ടെ, എന്തായാലും ഉറപ്പായിട്ടും നടക്കട്ടെ. എനിക്ക് അതുപോലെ ചോദിക്കാനുള്ള, എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളൊക്കെ റെസ്റ്റോറൻറ്റ് പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കണ്ടിട്ടില്ലേ, അഖിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും പോയിട്ട് ഇഷ്യൂസ് ഉണ്ടാവേ, മേ ബി സർവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കാരണം കൊണ്ട് ഇഷ്യൂസ് ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടോ? ബിക്കോസ് ഫുഡ് അത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്, അപ്പൊ ഓരോ സ്ഥലത്ത് സർവീസിലൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഡിലേ ആവാറുണ്ട്. ചെന്ന് അരമണിക്കൂർ 3/4 മണിക്കൂർ ഇരുന്നിട്ട് പോലും ഓർഡർ എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ വേറെ വലിയ ഇഷ്യൂസ്, പിന്നെ ചെറിയ രീതിയിൽ ഫുഡ് പോയിസൺ കാര്യങ്ങൾ അതിപ്പോ ഷോപ്പുകാരുടെ മിസ്റ്റേക്ക് ആണോ എന്റെ മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു, 3 ബിരിയാണി, ഒരു ആവോലി, ഒരു മട്ടൻ, ഒരു ബീഫ്, 3 ബിരിയാണി, 3 കൂടെ ഒരുമിച്ചാ ചെയ്തത്. കോമ്പിനേഷൻ സെറ്റ് ആയില്ല, ഒരിക്കലും സെറ്റ് ആയില്ല. അത് ഭയങ്കര പണിയായിരുന്നു എനിക്ക്, ഭയങ്കര സീനായി. പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് എനിക്ക് കടക്കാരെ പറയാൻ പറ്റത്തില്ലല്ലോ, കാരണം അവര് ചോദിക്കും നീ എന്തൊക്കെ മേടിച്ചത്, 3 കൂടെ ഒരുമിച്ച് കഴിച്ചത്, ഇത് 3 കൂടെ ഒരുമിച്ച് കഴിച്ചു എന്ന് പറയുമ്പോ അവരെന്ന് പറയുമല്ലോ. അപ്പൊ പിന്നെ ഞാൻ ആരോടൊന്നും മിണ്ടാൻ പോയില്ല, സ്വസ്ഥമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന്. പിന്നെ എനിക്ക് പറ്റാത്ത തട്ടുകടയിൽ നിന്ന് എനിക്കിഷ്ടമാണ്, പക്ഷെ ഞാൻ എല്ലായിടത്തും കഴിക്കുന്നത്. എനിക്ക് ചിലയിടത്ത് പൊറോട്ട പിടിക്കത്തില്ല. എനിക്ക് തട്ടുകട എനിക്ക് ഒരുപാട് ഇഷ്ടം, തട്ടുകട പോയി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം അവിടുത്തെ ഫുഡ് വേറെ ടേസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് ചിലയിടത്ത് അപ്പൊ പക്ഷെ എനിക്ക് ചിലയിടത്തെ പൊറോട്ട ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയുമ്പോൾ ചിലട എങ്ങനെ എനിക്ക് ഒരു 2-3 വട്ടം എനിക്ക് പണിയിട്ടുണ്ട്, ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിട്ടുള്ള ഫുഡ് പോയിസൺ അടിച്ച്. മെയിൻലി പൊറോട്ട തന്നെ. അപ്പം അങ്ങനെ സീൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന കടയിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവിടെ നിന്ന് കഴിക്കത്തുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കഴിക്കും, വേറെ അങ്ങോട്ട് പോകത്തില്ലേ. അപ്പോൾ മെയിൻലി അതാ. പൊറോട്ടയുടെ ഇപ്പം തട്ടുകടയുടെ കാര്യം അങ്ങനെ തന്നെ. നമ്മുടെ നാട്ടിൽ തന്നെ ചില കടകളുണ്ട്. അത് ഞങ്ങൾ ഇപ്പം രാത്രി ഇപ്പം 9:30 ആകുമ്പം ആരെങ്കിലും ഒരാളായിരിക്കും ഈ ടോപ്പിൽ കിടന്നിരുന്നത് കഴിക്കാൻ പോയാലോ. വീട്ടിൽ നിന്ന് കഴിച്ചിട്ടായിരിക്കും വന്നത്, വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കും വന്നത്. പക്ഷെ എന്നാലും ഒരു 9-9:30 ആകുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയും കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പം പറയുമ്പോൾ അപ്പം അടുത്തുള്ള ഏതെങ്കിലും തട്ടുകടയിലോട്ട് പോകും. അപ്പം ലോക്കലി നമുക്കൊരു 3-4 കടകളുണ്ട്. അപ്പൊ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പോയിട്ട് കഴിക്കുന്നത്. ഇപ്പൊ അഖിലിന്റെ വ്യൂവേഴ്സിന് അഖില് കുറച്ച് ഇപ്പൊ കാണുമ്പോൾ നമുക്ക് കൊതി തോന്നും. ഇപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പല വീഡിയോസ് കാണുമ്പോഴും കൊതി തോന്നാറുണ്ട്. ക്രിയേറ്റീവ് സൈഡ് എങ്ങനെയാ ചെയ്യണേ? ഓരോ കണ്ടന്റ് ചെയ്യുമ്പോഴും അതിന്റെ ക്രിയേറ്റീവ് സൈഡ് എങ്ങനെയാ ചെയ്യാൻ നോക്കാറ്? ക്രിയേറ്റീവ് സൈഡ് നമ്മള് സത്യം പറഞ്ഞാൽ വണ്ടിക്കകത്ത് വീഡിയോ ചെയ്യുന്നത് ഭയങ്കര അത്യാവശ്യം നല്ലൊരു ടാസ്ക്കാണ്. ഇപ്പൊ കൊറേ ഉണ്ടല്ലോ വണ്ടിക്കകത്ത്, സ്കൂട്ടറില്, എവിടെയൊക്കെയാ? ബസ്സിന് എന്താണ്, കാറിനകത്തുണ്ട്, സ്കൂട്ടറിനകത്തുണ്ട്, ബൈക്കിനകത്തുണ്ട്, JCB ഉണ്ട്. JCBയുടെ വീഡിയോ ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു പുള്ളിക്കാരൻ. ബ്രോ കൊണ്ട് കൊള്ളാതെ കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ വണ്ടിക്കകത്തിരുന്ന് വീഡിയോ ചെയ്യുന്നത് അത്യാവശ്യം നല്ല ടാസ്ക് ഉള്ള പരിപാടിയാണ്. കാരണം ഒന്നാമത്തെ കാര്യം വണ്ടിയാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് കഴിക്കുവാണെങ്കിൽ താഴോട്ട് വീണാലും നമുക്ക് ഓക്കെ എന്ന് പറയാം. പക്ഷെ വണ്ടിക്കകത്ത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇപ്പം പാർവതി വണ്ടിക്കകത്ത് കയറിയിട്ട് സ്മെൽ എന്തെങ്കിലും തോന്നിയില്ലല്ലോ. ഏകദേശം 110 വീഡിയോ എടുപ്പിച്ച് 115 വീഡിയോ എടുപ്പിച്ച് ആ വണ്ടിക്കകത്ത് ചെയ്ത് വേറൊരു വണ്ടി യൂസ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും സ്മെല്ല് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ കുറച്ച് താഴെ ഇട്ടായിരുന്നു, അപ്പൊ എനിക്ക് ടെൻഷനായി. ഞാൻ അപ്പൊ തന്നെ ഇല്ല. അപ്പൊ അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് അത് കൊണ്ട് നടക്കുന്നുണ്ടാ അത് ഇതുവരെ അങ്ങനെ എനിക്ക് കാറും രക്ഷയില്ല കേട്ടോ. അല്ല, അകത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ. ഏകദേശം ഞാൻ പറഞ്ഞില്ലേ, ഒക്ടോബർ ആകുമ്പോൾ 1 വർഷമായി അക്കൗണ്ട് തുടങ്ങിയിട്ട്. അപ്പം 1 വർഷമായിട്ട് ഏകദേശം 100-something വീഡിയോസ് ഇതുവരെ നിലവിൽ ചെയ്തിട്ടുണ്ട്. ഇതുവരെ എന്നിട്ട് ആ വണ്ടിക്കകത്തുനിന്ന് ഒരു ഫൗൾ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും എനിക്കും കിട്ടിയിട്ടില്ല. ഇപ്പം ഞാനിപ്പം ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സ് കയറും, അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും. ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല സ്മെല്ലുണ്ടോ ഇല്ല എന്നുള്ളത്. ഫ്രണ്ട്സ് കയറുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സിന് പറയാൻ പറ്റും സ്മെല്ലുണ്ടോ, എടാ സ്മെല്ലുണ്ട് പറയാൻ പറ്റും. പക്ഷേ അങ്ങനെ ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും ഒരു എക്സ്പീരിയൻസ് വണ്ടിക്കകത്ത് വന്നില്ല. കാരണം അത്രയും നമ്മളത് കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിനിമം ഒരു വീഡിയോ എടുക്കണമെങ്കിൽ അത് 3 പേര് വേണം. ഒരാൾ ക്യാമറയുടെ കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുന്നതിനായാലും അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരാൾ വേണം. പിന്നെ ഒരാൾ എനിക്ക് ഈ സാധനങ്ങൾ ഇപ്പോൾ എടുത്തിങ്ങോട്ട് തരാൻ വേണ്ടി ഒരാൾ വേണം കോ ഡ്രൈവർ സീറ്റിൽ. കാരണം അവിടെ നിന്നാണ് എനിക്ക് ഇങ്ങോട്ട് ഓരോന്നെടുത്ത് തരുന്നത്. അപ്പം ഞാൻ കഴിച്ചയായാലും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളായാലും എന്തെങ്കിലും വേസ്റ്റ്, അപ്പോൾ എനിക്ക് അപ്പുറത്തോട്ട്. കാരണം നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് താഴോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ മെയിൻ്റെനൻസ് ഭയങ്കര
ഓരോ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞിട്ടും കൊണ്ടുപോയി പിന്നെ ഫുഡൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെക്കണതും അതൊക്കെ. പിന്നെ കണ്ടന്റ് ഞങ്ങളെ സംബന്ധിച്ച് കണ്ടന്റ് ഭയങ്കര പ്രശ്നമുള്ള കാര്യം. കണ്ടന്റ് പ്രശ്നമായിട്ട് ഇപ്പൊ ചോറും കലൊക്കെ എടുത്ത് വന്നിട്ടാ കണ്ടന്റ് ഉണ്ടാക്കണം. കുറെ നാളുകൊണ്ട് ഞാൻ കുറെ നാളത്തെ എന്റെ ആഗ്രഹമായിരുന്നു ചോറും കലും എടുത്ത് കാറിൽ കൊണ്ടുവന്നിട്ട് ചോറ് കഴിക്കണം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വേഗം കാരണമുണ്ട്. ഞങ്ങൾ ഈ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഐഡിയാസ് വരും. ഇപ്പം പാർവതി വെരി ഗുഡ്, നല്ല ഫ്രണ്ട്സ് ആണ് കേട്ടോ കൂടെ ഉള്ളത്. കാരണം അത്രയും കട്ട സപ്പോർട്ട് ചെയ്ത് ഐഡിയാസ് ഒക്കെ തരുന്നു. അതാണ് കാരണം. ഞാൻ പറയില്ലേ, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് മിനിമം ഒരു 4-5 പേര് കാണും. മിനിമം കൺഫേം ആണ് 4-5 പേര് കാണും. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരാളെ പിക്ക് ചെയ്ത് അടുത്ത ആളെ പിക്ക് ചെയ്ത് ഇങ്ങനെ പിക്ക് ചെയ്ത് പോകും. തിരിച്ചൊരു ഡ്രോപ്പ് ചെയ്ത് അവസാനം വീട്ടിൽ കയറും അങ്ങനെ. അപ്പം ഫ്രണ്ട്സ് മെയിൻ ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം അവര് ഇപ്പം ആ കാലത്തിന്റെ വീഡിയോ തന്നെ അതിനകത്ത് എന്തോ ഓരോന്നും നമ്മളിങ്ങനെ ചെയ്യാൻ വരുമ്പോൾ എടാ ഇങ്ങനെ ചെയ്താൽ കൊള്ളായിരിക്കും, എടാ ഇങ്ങനെ ചെയ്താൽ കൊള്ളായിരിക്കും, ഈ രീതി ചെയ്താൽ കൊള്ളായിരിക്കും. അപ്പം അത് ബാക്കിൽ നിന്നുള്ള ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇത്രമാത്രം റിസൾട്ട് അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അത്രയും പേര് വണ്ടിക്കകത്ത് ഉണ്ടായതുകൊണ്ട് ഇപ്പം നമ്മൾ അറിയാലോ, നമുക്ക് ഇപ്പം നമ്മൾ മാത്രമായിട്ട് ചെയ്യുന്നത് പരിമിതമായിരിക്കും നമ്മുടെ ഐഡിയാസ്. പക്ഷെ നമ്മുടെ കൂടെ ഒരു 3-4 പേരുണ്ടെങ്കിൽ പല ഐഡിയാസ് വരും. അപ്പം അതും ബ്ലെൻഡ് ചെയ്ത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ഫ്രണ്ട്സ്. ചോറും കാലത്തിന്റെ വീഡിയോ എല്ലാരും പോയി കാണാം. കുറെ ചോറും നല്ല വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ നല്ല ചിക്കൻ കറി. അത് വീട്ടിലുണ്ടാക്കിയ ചിക്കൻ കറി അല്ലല്ലേ, പക്ഷെ കാണുമ്പോ വീട്ടിലുണ്ടാക്കിയ പോലത്തെ തന്നെ ഒരു ഫീൽ ആയിരുന്നു. കണ്ടിട്ട് ഇങ്ങനെ കൊതി വരുമായിരുന്നു. അഖില് കുക്ക് ചെയ്യോ? ഞാൻ കൊറോണ സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്ത്? മന്തിയൊക്കെ ട്രൈ ചെയ്ത്. മന്തി ട്രൈ ചെയ്തിട്ട് കുഴപ്പമില്ലായിരുന്നു അല്ലേ? അന്ന് വീട്ടിൽ ഇരിക്കുമല്ലേ. കൊറോണ സമയം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും മോശപ്പെട്ട സമയം. എന്നെ സംബന്ധിച്ച് അത്യാവശ്യം നൈസ് സമയം. നല്ല നൈസ്. പുറത്തൊന്നും പോകണ്ട, കാറിന്റെ അകത്ത് ഇരുന്നാൽ മതി. പുറത്തൊന്നും പോകണ്ട. ഞങ്ങള് ഭയങ്കര വൈബായിരുന്നു. ഞങ്ങള് പറയാൻ പറ്റത്തില്ല, ഈ കൂടി ഭയങ്കര വൈബായിരുന്നു. കാരണം കൊറോണ സമയത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ പറയുന്നത് മോശമാണ്. കാരണം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായ സമയമാണ്. പക്ഷേ ആ സമയങ്ങളിൽ ഞങ്ങളുടെ ആ ഒരു ഏരിയ, ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സമയം. കാരണം ഞങ്ങൾ ഏകദേശം 10-15 വട്ടം പോലീസുമാർ മാത്രം ഓടിച്ചിട്ടുണ്ട്. ഞങ്ങൾ കളറ് പോലീസ് കളിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ 10-15 വട്ടം പോലീസ് ഓടിച്ചിട്ടുണ്ട്. കേൾക്കുമ്പോ എനിക്ക് ട്രോള് ഉറപ്പാ. എന്നെ ആൾക്കാർ ചീത്ത വിളിക്കുകയും ചെയ്യും. ഉറപ്പാ 10-15 വട്ടം പോലീസുമാർ ഓടിച്ചിട്ട് എന്നെ ഒരു വട്ടം പിടിച്ചുകയും ചെയ്തത്. എന്നെ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിൽ ഇരുത്തിയതാ. കർഫ്യൂവിന്റെ അകത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയി ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടിരുത്തി. പിന്നെ ആള് വന്നിട്ടൊക്കെ വിട്ടത്. കർഫ്യൂവിന്റെ അന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോയതാ. അതും കോമഡി. എല്ലാം ഞാൻ നാട്ടിൽ ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ വേറെ വൈബാ. ഇത്രയും പേരുണ്ടായത് ഒരു 10-20 പേരുണ്ട്. അപ്പം അതിനകത്ത് എപ്പോഴും അവൈലബിൾ ആയിട്ട് ഒരു 10 പേരെ അടുപ്പിച്ച് എന്തായാലും കാണാം അവിടെ. അപ്പൊ അത്രയും പേര് വേറൊരു വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ കിടിലോ. എന്തുകൊണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് അങ്ങോട്ട് ചെന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ കൂടി ആ ഒരു ഗ്യാങ്ങിന്റെ ഇടയ്ക്ക് ചെന്നിരിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നമൊന്നും ആയിരിക്കത്തില്ല. നമുക്ക് ഭയങ്കര ഫ്രണ്ട്സ് സർക്കിൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് വെളിയിലോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. നാട് ഭയങ്കര ഒരു സ്വന്തം നാട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്നെ സംബന്ധിച്ച്. കാരണം ഫ്രണ്ട് സർക്കിൾ ആയാലും അല്ലാത്ത കാര്യങ്ങളായാലും അത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അടിപൊളി. എന്താ എനിക്ക് ഒരുപാട് സന്തോഷം എനിക്കൊന്ന് കാണാൻ പറ്റിയതിലും എൻ്റെ ചാനലിലൂടെ റിവീൽ ചെയ്യാൻ പറ്റിയ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഒരു ലാസ്റ്റ് ചോദ്യം, ഇപ്പം എന്തായാലും നമ്മൾ ഫേസ് റിവീൽ ചെയ്തു, ഇനി എന്താണ് അഖിലിന്റെ പ്ലാൻ? ഇനി നമ്മൾ കണ്ടന്റിൽ മാറ്റി പിടിക്കണം. സ്വാഭാവികമായിട്ടും മാറ്റി പിടിക്കണം. അത് ഓരോന്ന് പ്ലാനിങ് ഉണ്ട്. ചെറിയ ചെറിയ വ്ളോഗുകൾ കാര്യങ്ങളായിട്ട് പയ്യെ ഇനിയിപ്പോൾ വരുന്ന വീഡിയോസിൽ ചെറിയ രീതിയിൽ ഫേസ് റിവീലിംഗ് കാണും, ചെറിയ രീതിയിൽ. അതുപോലെ തന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവാക്കി വ്ളോഗ് പോലെ. അപ്പം എന്തായാലും ഫുഡ് കഴിക്കാൻ നമ്മൾ പോകുന്നുണ്ട്. അപ്പം അതൊരു വ്ളോഗ് രീതിയിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കത്തില്ല അത് കാണുന്നവർക്കായാലും. അപ്പം അതൊക്കെയാണ് നിലവിലുള്ള പ്ലാനുകൾ. നടക്കട്ടെ, അടിപൊളിയായിട്ട് നടക്കട്ടെ. അതിന്റെ റെസ്റ്റോറന്റും നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റട്ടെ. ഇനിയിപ്പോ തുടങ്ങുമ്പോഴും ആ പേര് തുടങ്ങും, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് ഇൻ കാർ എന്നുള്ള പേരിട്ടാലോ? ആ പേര് തന്നെ അല്ല, നോക്കണം, എന്തായാലും നോക്കും. അതൊന്നും ഇപ്പൊ പറയണ്ട. ഇപ്പൊ എന്ത് സംഭവിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പം എക്സ്പെക്ട് ചെയ്തിട്ടല്ലോ. ഇന്ന് ഞാൻ ഇവിടെ വരുന്നിടം വരെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, 1% പോലും എക്സ്പെക്ട് ചെയ്തില്ല. നടക്കുന്നെങ്കിൽ നടക്കട്ടെ, ഇല്ലെങ്കിൽ ഇല്ല. നമ്മൾ ഒരുപാട് ഓവർ എക്സ്പെക്ട് ചെയ്തിരുന്നിട്ട് അവസാനം കിട്ടാതിരിക്കുന്നതിനെക്കാട്ടും നല്ലത് ഒരു ലെവലിൽ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമമില്ല, കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ്. അത് ഓവർ എക്സ്പെക്ടേഷൻ എപ്പോഴും ഫ്ലോപ്പാണ്. അപ്പം പല വീഡിയോകളും ഓവർ എക്സ്പെക്ട് ചെയ്ത് ഒരുപാട് എഫേർട്ട് ഇട്ടെടുത്ത പല വീഡിയോകളുണ്ട്. ഒരു റീച്ചും ഇല്ലാതെ പോയിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമ്മൾ ഈ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ. ആ കൊള്ളാം കിടിലോ എന്ന് വെച്ചാൽ. പക്ഷെ ആ വീഡിയോ ഇടുമ്പോൾ റീച്ച് കാണത്തില്ല.
പക്ഷെ നമ്മൾ ചുമ്മാ എടുത്ത് ഇന്ന് കണ്ടന്റില്ല, അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പോയി വീഡിയോ എടുത്ത് വൈകുന്നേരം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കയറും, അതങ്ങ് 1 മില്യനോ 2 മില്യനോ 3 മില്യനോ കയറിക്കും. അപ്പോൾ അതാണ് ഒന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക, ആരുടെ നിന്ന് ഒന്ന് എക്സ്പെക്ട് ചെയ്യാതിരിക്കുക, എന്തുവാണോ കിട്ടുന്നത് അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക. അടിപൊളി. അപ്പൊ എന്തായാലും അഖിൽ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. നല്ലൊരു തുടക്കമാണ്. കാരണം അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വരെയും ഫുഡ് ആ വീഡിയോസ് കണ്ട് അത്രയും കൊതി തോന്നി, എനിക്കും ഇത് ആരാണെന്ന് അറിയാം. ആ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ മെസ്സേജ് അയച്ചതും, എനിക്കൊരു ഇന്റർവ്യൂ തരുമോ അല്ലെങ്കിൽ. അപ്പോൾ ആ കറക്റ്റ് സമയം ഫേസ് റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അതങ്ങനെ പ്ലാൻ ചെയ്ത് ഇതൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ അതിന് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്, എൻ്റെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതാ. രാത്രിയായി, കുറച്ചിരുണ്ട്. ഞങ്ങൾ കറുത്തൊന്നും ഇരിക്കുന്നില്ലല്ലോ അല്ലേ? ഞങ്ങൾ കുറെ നേരം വന്ന് ഫുഡൊക്കെ കഴിച്ചു, പിന്നെ ഡ്രൈവ് ഒക്കെ പോയി. കുറെ നല്ല മെമ്മറീസ് എനിക്കും ഉണ്ട്. ഇറ്റ് വാസ് സോ നൈസ്, നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് എനിവേസ്, ഈ പറഞ്ഞ പോലെ ഇനിയും ഒരുപാട് ഹൈറ്റ്സിൽ എത്താൻ പറ്റട്ടെ, റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റട്ടെ. ഞാൻ വന്ന് കഴിച്ചിരിക്കും ഉറപ്പായിട്ടും. അതെ, ഞാനൊരു ഫുഡ് റിവ്യൂ വന്ന് ചെയ്യുന്നതായിരിക്കും അഖിലിന്റെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട്. അവ എന്തായാലും അടിപൊളിയായിട്ടൊക്കെ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.